the founder and CEO of Bridgeon, Mr. Jaber Ismail. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് let's have a look on his video profile. IT മേഖലയിൽ 15 വർഷത്തെ അനുഭവ പരിചയമുള്ള ഒരു സീനിയർ പ്രൊഫഷണലാണ് മിസ്റ്റർ ജാബർ ഇസ്മായിൽ. കാക്കഞ്ചേരി കിൻഫ്രയിൽ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിയായി കരിയർ തുടങ്ങിയ അദ്ദേഹം ഇന്ന് സിറോക്സ്, കോങ്ക തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രിൻസിപ്പൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. തൻ്റെ ജീവിതം മാറ്റിമറിച്ച IT കരിയർ ഇന്നത്തെ തലമുറയ്ക്കും പോസിബിൾ ആക്കുക എന്ന മിഷനോടെയാണ് ജാബിർ സർ ബ്രിഡ്ജിയോൺ IT ട്രെയിനിങ് ഹബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്ത് 100 കണക്കിന് ആളുകളെ ബ്രിഡ്ജിയോണിലൂടെ അദ്ദേഹം IT കരിയറിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. In this new era of technology, let's hear about the future of IT careers from the man himself, Mr. Jaber Ismail. മാധ്യമം എഡ്യു കഫേയുടെ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ബ്രിഡ്ജിയോൺ മിസ്റ്റർ ജാബർ ഇസ്മായിൽ. Thank you for the warm welcome. So let's start. So ശ്രീകുമാർ സാറിൻ്റെ നല്ല അടിപൊളി സെഷൻ കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് കരിയർ സാറ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ലോങ് ടേം കരിയറും അടുത്തത് ഷോർട്ട് ടേം കരിയർ അല്ലേ? സോ ഈ രണ്ടും അല്ലാത്തൊരു ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പല ആളുകൾക്കും അത്ര ഫെമിലിയർ ആവണമെന്നില്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഇതാണ് ആക്ച്വലി എൻ്റെ ഒരു കരിയർ ജേണി. നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു കരിയർ ജേണി പറയാം. സോ സാറ് നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് കേരളത്തിൽ കീം എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നല്ല കോളേജുകൾ ലിസ്റ്റ് പറഞ്ഞു അല്ലേ? CET ട്രിവാൻഡ്രം, ദെൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ദെൻ സാർ തേർഡ് പറഞ്ഞ കോളേജാണ് MA കോളേജ് കോതമംഗലം. സോ ആ കോതമംഗലം MA കോളേജിൽ നിന്ന് 2009 MCA കഴിഞ്ഞ ആളാണ് ഞാൻ. ഓക്കെ, കേരള എൻട്രൻസ് എഴുതി. എനിക്ക് കേരള എൻട്രൻസ് 60 റാങ്ക് ആയിരുന്നു ഓൾ കേരള. ദെൻ MCA എൻട്രൻസ് ക്വാളിഫൈഡ് ആയിട്ട് ഞാൻ MA കോളേജിൽ നിന്ന് MCA കഴിഞ്ഞാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ കാര്യം. ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് 2005 കഴിഞ്ഞു. ദെൻ 2009 MA കോളേജിൽ നിന്ന് MCA കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനി ആയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സാർ പറഞ്ഞു MA കോളേജ് പോലത്തെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ ഫോർ ഓൾ കേസസ്. ബിക്കോസ് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇപ്പം ഡിഗ്രിയും BTechും കഴിഞ്ഞ ആളുകളിൽ എത്ര ആളുകൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം 2009 ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബിഗ് റിസഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും, അമേരിക്കയിൽ റിസഷൻ വന്നു കഴിഞ്ഞാൽ IT ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ ഒരു റിസഷൻ്റെ സമയത്ത് എൻ്റെ കോളേജിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ അത്ര സ്റ്റുഡിയോസ് ഒന്നും ആയിരുന്നില്ല. ബട്ട് ഞാൻ കുറച്ചും കൂടി ടെക്നിക്കൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണ്. സോ ഞാൻ അങ്ങനെയാണ് ട്രെയിനി ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 2012 ഞാൻ എൻ്റെ സെക്കൻഡ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. സെറോക്സ് എന്ന് പറഞ്ഞൊരു കൊച്ചി ഇൻഫോ പാർക്കിലെ കമ്പനിയാണ്. സെറോക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ നാട്ടിലൊക്കെ ഫോട്ടോ കോപ്പി എടുക്കാൻ നമ്മൾ സെറോക്സ് എടുക്കാമെന്ന് പറയാറുണ്ടല്ലേ? സോ ഫോട്ടോ കോപ്പി മെഷീൻ കണ്ടുപിടിച്ച കമ്പനിയാണ് സെറോക്സ്. സോ വേൾഡിൽ ഓൾമോസ്റ്റ് 2 lakh+ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ബിഗ് കമ്പനിയാണ്. സോ ഒരു 4 വർഷം എനിക്ക് ആ കമ്പനിയിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ദെൻ 2016 ഞാൻ എൻ്റെ കറണ്ട് കമ്പനിയിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് കമ്പനി, ഒരു US ബേസ്ഡ് പ്രോഡക്റ്റ് കമ്പനിയാണ്, അവിടെ ജോയിൻ ചെയ്തു. കോവിഡിന് ശേഷം ഞാൻ പെർമനൻറ്റ് വർക്ക് ഫ്രം ഹോം ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. സോ കാരണം ഞാൻ നേരത്തെ ബാംഗ്ലൂരായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്നു, നാട്ടിൽ നിന്ന് വർക്ക് ചെയ്തു. ആ സമയത്താണ് ആക്ച്വലി ഞാൻ ബ്രിഡ്ജോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബ്രിഡ്ജോൺ 2023 ഞാൻ ബ്രിഡ്ജോൺ എന്നുള്ളൊരു IT ട്രെയിനിങ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് എൻ്റെ ഒരു കരിയർ ജേണി. സോ നൗ വി ക്യാൻ ഗോ ടു അവർ ടോപ്പിക്, ബിയോണ്ട് ഡിഗ്രീസ് ദ സ്കിൽ ഫസ്റ്റ് IT റെവല്യൂഷൻ. നമ്മൾ കുറേ ഡിഗ്രി ഓപ്ഷൻസ് കേട്ടു, PG ഓപ്ഷൻസ് കേട്ടു, MBBS കേട്ടു, BTechനെ കുറിച്ച് അറിഞ്ഞു. ഇതൊന്നും അല്ലാതെ എങ്ങനെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. സോ ഫസ്റ്റ് നിങ്ങൾ കാണാൻ കുറച്ച് ന്യൂസ്. നമ്മൾ കുറേ കോളേജുകളുടെയും കുറേ ഓപ്പർച്യൂണിറ്റി ഒക്കെ പറഞ്ഞു. ഈ കോളേജുകളിൽ നിന്ന് ഡിഗ്രിയും BTechും ഒക്കെ കഴിഞ്ഞ ആളുകളുടെ ലിസ്റ്റാണിത്. നമ്മൾ കേരളത്തിനെ കുറിച്ച് അഭിമാനത്തോട് പറയാറുണ്ടല്ലേ, ഭയങ്കര ലിറ്ററസി ഉള്ള സ്റ്റേറ്റാണ്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള സ്റ്റേറ്റാണ്. നിങ്ങൾക്ക് ഈ ഡാറ്റ നോക്കിയാൽ കാണാം, കഴിഞ്ഞ വർഷത്തെ സർവേ റിപ്പോർട്ടാണിത്. ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റുള്ള എഡ്യൂക്കേറ്റഡ് അല്ലാത്ത പല സ്റ്റേറ്റുള്ള സ്ഥലത്തും ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള യൂത്തിൻ്റെ ഇടയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സ്റ്റേറ്റ് നമ്മുടെ സ്വന്തം കേരളമാണ്. ഇത്രയും എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്കാണ് ജോബ് കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് 2 ന്യൂസ് കാണാം. സോ ഇതാണ് ആക്ച്വലി റിയാലിറ്റി. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് മുമ്പിൽ വേറെ കുറേ ന്യൂസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇലോൺ മസ്കിനെ അറിയാമായിരിക്കും അല്ലേ? വേൾഡിലെ ടെക്നോളജിനെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ. സോ ഇലോൺ മസ്കിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ട്വീറ്റാണ്. ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ഹയർ ചെയ്യുന്നുണ്ട്. ആൾ ഫോക്കസ് ചെയ്യുന്ന ഡിഗ്രിയോ +2 ഒന്നും നിങ്ങൾ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അറിയുന്നുണ്ടോ, എങ്ങനെയാണെങ്കിൽ ടെസ്ലയിൽ ഞാൻ ഓപ്പർച്യൂണിറ്റി തരാമെന്ന് അയാളുടെ ട്വീറ്റ്. ദെൻ റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിലുള്ള ഒരു AI കമ്പനി ഫൗണ്ടർ കൊടുത്തൊരു ഓഫറാണ്.
ആൾ 40 ലക്ഷം പെർ ആനം സാലറി ഓഫർ ചെയ്തിട്ടൊരു ജോബ് പോസ്റ്റ് ഇട്ടു ഇപ്പോൾ കഴിഞ്ഞ മാസം. 40 ലക്ഷം സാലറി ഓഫർ എടുത്ത ആളുടെ ജോബിൽ ഫ്രഷേഴ്സിൻ്റെ സാലറി ആട്ടോ, എക്സ്പീരിയൻസ് ആളുകൾ 40 ലക്ഷം എന്ന് പറഞ്ഞാൽ മാസം 3.5 ലക്ഷം മാസം സാലറി ആസ് എ ഫ്രഷേഴ്സ്. ആൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേണ്ട, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ ഹയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ US അല്ലെങ്കിൽ ബാംഗ്ലൂരത്തെ സിറ്റുവേഷൻ അല്ല, ഇതല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുമ്പിലുണ്ട്. അതിൻ്റെ കുറച്ച് റിയൽ എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഫസ്റ്റ് ആൾ ഷഫാന ഹന്ന. ഷഫാന ഹന്ന ആക്ച്വലി ബ്രിഡ്ജോൺ പ്ലേസിലെ ജോബിലേക്ക് എൻ്റർ ചെയ്ത ആളാണ്. സോ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ പ്രൂഫ് വേണം, ട്രൂത്ത് വേണം, ഡാറ്റ വേണം. സോ ആ പ്യൂർലി ആ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 2017 +2 കഴിഞ്ഞ ആളാണ് ഷഫാന ഹന്ന. ഇപ്പോൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ +2 കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയി. അതിനുശേഷം ആളുടെ ഹസ്ബൻഡ് ഗൾഫിൽ വർക്ക് ചെയ്യായിരുന്നു. പെട്ടെന്ന് ഹസ്ബൻഡ് ജോബ് മിസ്സായി, ആൾ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ വീട്ടിൽ ജോബിന് പോകാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോഴാണ് അവൾ ഒരു ജോബിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത്. സോ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ അവൾക്ക് ഒരു ഡിഗ്രി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ബ്രിഡ്ജോണിന് അറിഞ്ഞ് ബ്രിഡ്ജോണിലേക്ക് വരുമ്പം +2 ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. 2 കുട്ടികളെ വെച്ചിട്ടാണ് അവൾ ബ്രിഡ്ജോണിലേക്ക് വന്നത്. 2 ട്വിൻസ് കുട്ടികൾ വെച്ചിട്ട് ബ്രിഡ്ജോണിൽ വന്നു. അവൾ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തു. ഇപ്പം ഒരു 8 മന്ത് കൊണ്ട് പഠിച്ച് ജോബിലേക്ക് എൻ്റർ ചെയ്തു. മന്ത്ലി 25,000 സ്റ്റാർട്ടിങ് സാലറി, വെറും +2 മാത്രമേ ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ആൾ കോഴിക്കോട് സൈബർ പാർക്കിൽ വർക്ക് ചെയ്യാണ്. സോ ഇതിനകത്ത് ഷഫാനയ്ക്ക് ശരിക്കും 25,000 അല്ല, ഈവൻ 13,000-14,000 ഒക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആക്ച്വലി ഈ 25,000 സാലറിക്ക് കയറേണ്ടി വന്നത്. അടുത്തൊരു എക്സാമ്പിളാണ് അനസ് മാലിക്. അനസ് മാലിക്കിൻ്റെ സാലറി 5 lakh പെർ ആനമാണ്. മന്ത്ലി 40,000 എബോവ് സ്റ്റാർട്ടിങ് സാലറിയാണ് പറയുന്നത്. അനസ് മാലിക് ആക്ച്വലി +2 കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷത്തോളം ഒരു കോഴ്സ് ട്രൈ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളിലൊന്നാണ് CA, CMA, ACCA പോലത്തെ കോഴ്സുകൾ. ആ CMAക്ക് 5 വർഷം ട്രൈ ചെയ്തിട്ടും ആൾക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് നാട്ടിൽ ചെറിയൊരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് 10,000 രൂപ സാലറിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആൾ ബ്രിഡ്ജോണിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അവിടെ വരുന്നത്. സോ അത് കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ട് തന്നെ ആൾക്ക് ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റി. ആളൊരു കാലിക്കറ്റ് ഒരു കമ്പനിയിൽ 40,000-ന് മുകളിൽ സാലറിക്ക് പ്ലേസ്ഡായി. സോ ഈ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു 5 വർഷം വേറെ ഒരു ഫീൽഡ് ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് ആൾ വരുന്നത്. കാരണം പിന്നെ ഒരു 5 വർഷം കൊണ്ട് ആൾക്ക് എത്താൻ പറ്റാത്തൊരു കരിയർ ജസ്റ്റ് 6 മന്ത് കൊണ്ട് ആൾ അക്വയർ ചെയ്യാൻ പറ്റി. സോ ഇത് 1-2 ആളുകളുടെ എക്സാമ്പിൾ, ഇങ്ങനത്തെ ഒരുപാട് ആളുകളുടെ എക്സാമ്പിൾ നമുക്ക് മുമ്പിലുണ്ട്. നമുക്ക് പാരൻസിനാണെങ്കിലും ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും നമ്മൾ ട്രഡീഷണലായിട്ട് കണ്ടുവന്ന കുറേ ഒരു ലേണിംഗ് മെത്തേഡ് 10-20 വർഷം മുമ്പുള്ള അതേ കോഴ്സും അതേ സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. വേൾഡ് ഒരുപാട് ഇവോൾവിംഗ് ആണ്, ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് നമ്മളിപ്പോഴും 20 വർഷം 30 വർഷം മുമ്പുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സോ അതിന്ന് ഇപ്പോൾ ഇവരുണ്ട്, ഇപ്പോൾ ഷഫാനെയും അനസും ആണെങ്കിലും ഇവർ +2 കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് ആക്ച്വലി വരുന്നത്. പക്ഷേ അതിനൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷനാണ് ആദിൽ മുബാറക്ക്. ആദിൽ മുബാറക്ക് കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞ ആളാണ്. 2024 +2 കഴിഞ്ഞിട്ട് ആൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ജോബിലേക്ക് എൻ്റർ ചെയ്തു. ആൾക്ക് ഇപ്പം 18 വയസ്സ് പ്രായത്തിൽ തന്നെ ആൾ ജോബിലേക്ക് എൻ്റർ ചെയ്തു. നാട്ടിൽ ശ്രീകുമാർ സാർ പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഷോർട്ട് ടേം കരിയറും ലോങ് ടേം കരിയറും. പക്ഷേ ഷോർട്ട് ടേം കരിയറിൽ സാറ് പറഞ്ഞ ഏജ് എത്രയാണ്? 22 ഇയേഴ്സാണ്. 22 വയസ്സിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആദിൽ മുബാറക്ക് സ്റ്റാർട്ട് ചെയ്ത് 18ാമത്തെ വയസ്സിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്, സ്റ്റാർട്ടിങ് 25,000. സോ അതിനുപോലത്തെ എക്സാമ്പിളാണ് ഒരു തൗസീഫും അഷ്ഫാഖും. ഇവർ 2 പേരും കാസർഗോഡുള്ള ആളുകളാണ്. കാസർഗോഡ് നിന്ന് കാലിക്കറ്റ് വന്നിട്ട് അവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഇവർ 2 പേരും +2 കഴിഞ്ഞ് ആണ് അവിടെ വരുന്നത്. സോ തൗസീഫ് +2 കഴിഞ്ഞ് വന്ന് അവൻ്റെ 18ാമത്തെ വയസ്സിൽ തന്നെ അവന് കരിയർ സ്റ്റാർട്ട് ചെയ്തു. സോ തൗസീഫ് ആക്ച്വലി ഒരു മുംബൈ ബേസ്ഡുള്ള കമ്പനിയാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. സോ തൗസീഫിന് ഒരു നീഡ് ഉണ്ടായിരുന്നു. ആൾക്ക് ഡിഗ്രി പഠിക്കാനോ PG പഠിക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നില്ല. ആളുടെ ഫാമിലിയിൽ മദർ ഒറ്റക്കുള്ളായിരുന്നു, മദറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് ക്യാഷ് കടമൊക്കെ വന്ന് വീട് ജപ്തിയായിട്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സിറ്റുവേഷനിലാണ് ആൾ വരുന്നത്. ആൾ വന്നിട്ട് ഒരു വർഷം കൊണ്ട് പഠിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 40,000 മുകളിൽ സാലറി വാങ്ങി. എന്നിട്ട് 19ാമത്തെ വയസ്സിൽ ആൾ 19 വയസ്സല്ല 18ാമത്തെ വയസ്സിൽ തന്നെ ആൾ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു വർഷം മുമ്പാണ്. ഇപ്പം തൗസീഫിൻ്റെ സാലറി 50,000 എബോവ് ഉണ്ടാവും. ഓക്കെ, ദെൻ അഷ്ഫാഖ് ആക്ച്വലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. നമ്മൾ പല ആളുകളും പറയുന്നുണ്ട് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ഇവിടെ ചിലപ്പോൾ ജോലി കിട്ടും, പുറത്ത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. അഷ്ഫാഖ് +2 മാത്രമേ ക്വാളിഫിക്കേഷൻ ഉള്ളൂ. 19ാമത്തെ വയസ്സിൽ തന്നെ ജോബ് കിട്ടി. ദുബായിൽ ഇപ്പം മന്ത്ലി 1 lakh സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊന്നും വെറുതെ പറയുന്നില്ല. ഇവരുടെയൊക്കെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ലിങ്ക്ഡിനിൽ നോക്കി ഇവരുടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും.
സോ 19-ാം വയസ്സിൽ 1 ലക്ഷം മാസം സാലറി വാങ്ങുന്ന ആളാണ് അഷ്ഫാഖ്. അപ്പം ഇത് ഈ ഒരു ട്രെൻഡ് ആക്ച്വലി ഇപ്പം ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്തത്. സോ ഞാൻ ആക്ച്വലി ഈ ലെവലിൽ ട്രെയിനിങ്ങും അല്ലെങ്കിൽ സ്കിൽ ഓറിയൻറ്റഡ് ഫോക്കസ് ആയുള്ള കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇതിനകത്ത് ലാസ്റ്റിൽ എക്സാമ്പിൾ അബ്ദുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആള് 2011 പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ ഒരു IVക്ക് വന്നു, ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വന്നു. എന്നിട്ട് ആ സമയത്ത് കമ്പ്യൂട്ടറിനോടും പ്രോഗ്രാമിങ്ങിനോടും ഇൻട്രസ്റ്റ് ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മളുടെ അവിടെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തിട്ട് ആൾ കരിയർ സ്റ്റാർട്ട് 2011. ഇപ്പം കുറച്ചത് ട്രെൻഡായിട്ട് ആളുകൾ കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ട് ജോബിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്ലസ് ടു മാത്രം വെച്ച് കരിയർ സ്റ്റാർട്ട് ചെയ്ത ആളാണ് അബ്ദുള്ള 2011. ഇപ്പോൾ അവന് ഓൾമോസ്റ്റ് 13-14 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ആൾ പ്ലസ് ടു കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്തിട്ടാണ് പിന്നെ ഡിഗ്രി എടുക്കുന്നത്. ആളിപ്പോൾ ഡിഗ്രി ഹോൾഡറാണ്, പക്ഷേ പിന്നെ പഠിച്ചു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ ഡിഗ്രി എടുത്തു. ഇന്ന് അബ്ദുള്ള വർക്ക് ചെയ്യുന്നത് ഒരു ബാംഗ്ലൂർ കമ്പനിയിലാണ്. മാസം സാലറി 3 ലക്ഷത്തിന് മുകളിലാണ്. മാസം 3 ലക്ഷത്തിന് മുകളിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ഈ പറഞ്ഞ നമ്മളുടെ ഒരു എക്സെപ്ഷണൽ കേസുകളല്ല, റെയർ ആയിട്ടുള്ള ഒരു 1-2 ആളുകൾ എക്സാമ്പിളല്ല, ബിലോ ആവറേജ് എന്ന് വന്നിട്ട് ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ലൈഫ് സെറ്റിലായ ആളുകളാണ്. സോ മാസം 3 ലക്ഷം സാലറിയിലേക്ക് ആൾക്ക് എത്താൻ പറ്റി. സോ ഇതാണ് നമ്മൾ കരിയർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. 32-ാമത്തെ വയസ്സിൽ ആൾ 3 ലക്ഷം സാലറിയിലേക്ക് എത്താൻ പറ്റിയത് 19-ാമത്തെ വയസ്സിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. നമ്മൾ നേരത്തെ ഷോർട്ട് ടൈം കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം പറഞ്ഞത് 22 years ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് 18-ാമത്തെ വയസ്സിലും 19-ാമത്തെ വയസ്സിലും കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കൊരു നീഡ് വേണം. ഈ പറഞ്ഞ ആളുകൾക്ക് ലൈഫിൽ സെറ്റിൽ ആവണമെന്നും നേരത്തെ തന്നെ ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ള ഒരു നീഡ് ഉണ്ടായിരുന്നു. സോ ആ നീഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ പറയുന്നതെല്ലാം ഇവരെല്ലാം IT കരിയറോട് കൂടിയാണ് ഇതിലേക്ക് എത്തിയത്. പക്ഷേ നമുക്ക് അതിൻ്റെ മുമ്പ് ഈ IT കരിയറിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് അല്ലേ, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ക്വിക്കായിട്ട് പറയാം. ഡെഫിനറ്റ്ലി വെൽ പെയ്ഡ് ആണ്. വേറെ ഏതൊരു ഫീൽഡിനേക്കാളും ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഫീൽഡാണ് IT ഫീൽഡ്. പിന്നെ ഉണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. നിങ്ങൾക്കൊരു കരിയർ ചെറിയ സാലറി, ഇപ്പോൾ ഞാൻ നേരത്തെ അബ്ദുള്ളാൻ്റെ കേസ് പറഞ്ഞു. അബ്ദുള്ള ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ വളരെ ചെറിയ സാലറിക്ക് സ്റ്റാർട്ട് ചെയ്തത്, വെറും 6,000 rupees സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അവനിപ്പം ഈ 11 വർഷം കൊണ്ട് 3 ലക്ഷം മാസം സാലറിയിലേക്ക് എത്തി. സോ ആ രീതിയിൽ എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ് IT എന്നുള്ളത്. പിന്നെ ജോബ് സെക്യൂരിറ്റിൻ്റെ കാര്യത്തിൽ പല ആളുകൾക്കും ഭയങ്കര കോൺട്രവേഴ്ഷ്യലി അല്ലെങ്കിൽ ഭയങ്കര വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. കാരണം നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജോബ് റീപ്ലേസ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല. പല ആളുകൾക്കുള്ള